ോടുള്ള മഹബ്ബത്തും ഇഷ്കും അതിന്റെ മാധുര്യം നുണയാനുള്ള കാരണങ്ങളാക്കി അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാമുൽ ബുസീരി ഖദ്ദസല്ലാഹു സിർ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവിടുത്തെ ഖസീദയിലെ 154 അതുവഴി ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിന്റെ തളർവാദം പിടിച്ച് കിടപ്പിലായ മഹാനവറുകളുടെ ശാരീരിക ആരോഗ്യം പൂർവോപരി സന്തോഷകരമായ രീതിയിൽ തിരിച്ചു കിട്ടിയെന്നും മഹാനവറുകൾ നമ്മോട് സംവദിച്ചത് നാം ശ്രദ്ധിച്ചു. ഇനി അവസാനമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സങ്കടങ്ങളുടെ കെട്ടഴിക്കുകയായിരുന്നു ഇമാമുൽ ബുസീരി റളിയല്ലാഹു അൻഹു. പാരത്രിക ലോകത്ത് ആരുമാരും സഹായത്തിനില്ലാത്ത വളരെ നിർണായകമായ ആ ഘട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അവിടുത്തെ കാരുണ്യവും അവിടുത്തെ ശഫാഅത്തും പ്രതീക്ഷിക്കുന്നു. അവിടുന്നല്ലാതെ യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ഏറ്റവും വലിയ വിപത്തുകൾ വന്നിറങ്ങുന്ന ആ ദിവസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഏറ്റവും കൂടുതൽ ബഹുമാന്യരായ നബിയെ, അവിടത്തോടല്ലാതെ ആരിലേക്കാണ്, അവിടത്തേക്കല്ലാതെ ആരുടെ സമീപത്തേക്കാണ് ഓടിയെടുക്കാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ഇമാമുൽ ബുസീരി തങ്ങൾ വേവലാതിപ്പെടുന്നു. അതിനുശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദതും സഹായവും തനിക്ക് കിട്ടുമെന്ന പ്രത്യാശയും ഇമാമുൽ ബുസീരി റളിയല്ലാഹു അൻഹു മറച്ചു വെക്കുന്നില്ല. അതിനുള്ള കാരണങ്ങളും പറഞ്ഞു. ഭൗതികവും ആത്മീയവും ആയ ദുന്യവിയും മുഖ്റവിയുമായ അതിന്റെ അപ്പുറത്തുമുള്ള സർവ്വലോകങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിദാനമായി പടക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അനുവാദം കൊടുത്തെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടങ്ങൾ ഉണർത്തിയപ്പോ അവിടുത്തെ മദ്ഹുകൾ ചൊല്ലിയിട്ട് പാതിരാ സമയങ്ങളിൽ അന്തിയുറങ്ങിയപ്പോൾ സ്വപ്നലോകത്ത് കിനാവിന്റെ വഴിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയും അവിടുത്തെ ശറഫാക്കപ്പെട്ട തൃക്കരങ്ങൾ കൊണ്ട് ഈ തളർന്നു കിടക്കുന്ന പാവപ്പെട്ട മുഹമ്മദിന്റെ ശരീരം തടവിത്തരികയും ചെയ്തപ്പോ വലിയ സന്തോഷവും വലിയ സമാധാനവും പൂർവോപരി ആരോഗ്യവും തിരിച്ചു കിട്ടിയെങ്കിൽ അതുപോലെ മഹാന്മാരായ സ്വഹാബാക്കൾ അടക്കമുള്ള നിരവധി മഹാന്മാർക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തെ പ്രയാസങ്ങൾ തീർത്തുകൊടുത്ത് രോഗങ്ങൾ സുഖപ്പെടുത്താനും അതുപോലെയുള്ള പ്രയാസങ്ങളിൽ ആശ്വാസമേകാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അനുവാദവും അവസരവും അതിനുള്ള പ്രാപ്തിയും കൊടുത്തെങ്കിൽ ഈ ദുനിയാവും ആഖിറവും അതിന്റെ അപ്പുറത്തുള്ള സർവ്വലോകങ്ങളും സർവ്വചരാചരങ്ങളും പടക്കപ്പെട്ടത് فإن من جودك الدنيا وضرتها ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധർമ്മമാണ്, അവിടുത്തെ ഔദാര്യമാണ്. അഥവാ അവിടുത്തെ കാരണമായിട്ടാണ് ദുനിയാവും അതിലപ്പുറവും എല്ലാം പടക്കപ്പെട്ടത്. അപ്പോൾ ദുനിയാവിൽ ഞങ്ങൾക്ക് ആശ്വാസമേകാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായതുപോലെ നാളെ ആഖിറ ലോകത്തും ഞങ്ങൾക്ക് ആശ്വാസമേകാൻ അവിടുന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയർപ്പിക്കുന്നു. ഇനി ബഹുമാനപ്പെട്ട ഇമാമുൽ ബുസീരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസീദയുടെ അടുത്ത വരിയിലൂടെ മഹാനവറുകൾ സ്വന്തം ശരീരത്തെ വിളിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ, ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അതേ ആ വിളിയാളം ലോകത്തുള്ള സർവ്വജനങ്ങളോടുമുള്ള വിളിയാളമാണ്. യാ നഫ്സു ലാ തഖ്നതി മിൻ സല്ലത്തിൻ അദുമത് ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമീ. ബഹുമാനപ്പെട്ട ഇമാമുൽ ബുസീരി റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെ വിളിച്ചുകൊണ്ട് ആശ്വാസത്തിന്റെ വചനങ്ങൾ ചൊരിയുകയാണ്. യാ നഫ്സു ലാ തഖ്നതി മിൻ സല്ലത്തിൻ അദുമത് ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമീ. യാ നഫ്സു ലാ തഖ്നതി, എന്റെ ശരീരമേ നിരാശയാവേണ്ടതില്ല. സ്വന്തം ശരീരത്തെ വിളിച്ചുകൊണ്ട് ഇമാമുൽ ബുസീരി തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ്.
ലാ തഖ്നതി നിരാശയാകേണ്ടതില്ല മിൻ സല്ലത്തിൻ അദുമത് അതേ വലിയ വലിയ ഭാരമേറുന്ന ചെയ്തുപോയ വൻ പാപങ്ങളെ ഓർത്തുകൊണ്ട് ആശമുറിയേണ്ടതില്ല. ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമീ അല്ലാഹുവിന്റെ മഗ്ഫിറത്തുമായി സമരസപ്പെടുത്തി നോക്കുമ്പോൾ വലിയ വലിയ ദോഷങ്ങളും ചെറിയ ദോഷങ്ങൾക്ക് സമാനമാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഇളവ് തരാൻ ഒരുക്കമാണെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. എന്നാലോ ലഅല്ല റഹ്മത റബ്ബി ഹീന യഖ്സിമുഹാ തഅതി അലാ ഹസബിൽ ഇസ്യാനി ഫിൽ ഖിസ്മി. ഇമാമുൽ ബുസൈരി തങ്ങൾ സ്വന്തം ശരീരത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഒരിക്കലും നിരാശയാവേണ്ടതില്ല. ലഅല്ല റഹ്മത റബ്ബി ഹീന യഖ്സിമുഹാ എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ അവന്റെ കരുണ തേടി അലയുന്നവർക്ക് വേണ്ടി അല്ലാഹു തആല വിതരണം ചെയ്യുമ്പോൾ വീതം വെക്കുന്ന സമയത്ത് തഅതി അലാ ഹസബിൽ ഇസ്യാനി ഫിൽ ഖിസ്മി അതേ ചെയ്തുകൂട്ടിയ ദോഷങ്ങൾക്ക് സമാനമായി അതിന് ആ ദോഷങ്ങളെ മറച്ചു പിടിക്കാൻ മാത്രം ഓഹരി ലഭിക്കുന്ന കൂട്ടത്തില് തനിക്കും ഓഹരി അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് കിട്ടിയേക്കാം. അതുകൊണ്ട് ആശമുറിയേണ്ടതില്ല. അതേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലൂടെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിച്ചുകൊണ്ട് ജീവിച്ചവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിയാളം നിങ്ങൾ കേട്ടില്ലേ? ഖുൽ നബിയെ തങ്ങൾ പറയണം, വിളിച്ചു പറയണം, യാ ഇബാദി എന്റെ അടിമകളെ. അല്ലാഹുവിന്റെ എത്രത്തോളം സ്നേഹമസൃണമായ വിളിയാളമാണത്. എത്ര വലിയ തെറ്റുകൾ കൂമ്പാരക്കണക്കിന് ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അടിമയെ അവഗണിക്കുന്നില്ല. അല്ലാഹു തആല സ്നേഹത്തോടെ വിളിക്കുന്നു, യാ ഇബാദി എന്റെ അടിമകളെ. സുബ്ഹാനല്ലാഹ്. ഇവിടെ ബഹുമാനപ്പെട്ട ഇമാമുകളുടെ വിശദീകരണം കാണാം. അല്ലാഹുവിന്റെ ഈ പ്രയോഗം യാ ഇബാദി എന്ന പ്രയോഗം അല്ലാഹു വിളിക്കുന്നത് എന്റെ അടിമകളെ എന്നാണ്. അതിനർത്ഥം അല്ലാഹുവിന്റെ അടിമയാണ് ഞാനെന്ന് ഉറക്കെ പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരെയാണ് അല്ലാഹു തആല വിളിച്ചത്. അഥവാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയാദർശങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് മറ്റു മതത്തിന്റെ കവാടം തുറക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹുവിന്റെ അടിമയായ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനാ അതേ അല്ലാഹുവിന്റെ അടിമയാണെന്ന് പറയുന്നതിൽ അഭിമാനം കാണുന്ന മുസ്ലിംകളെ കുറിച്ചാണ് പ്രതിപാദനം. ആ നിലക്ക് അല്ലാഹുവിന്റെ അടിമകളെന്ന വിളിയാളം മുഅ്മിനീങ്ങളെയാണ്, മുസ്ലിംകളെയാണ്. അവരെ കുറിച്ച് അല്ലാഹു പറയുന്നത് അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം സ്വന്തം ശരീരത്തോട് ധിക്കാരം കാണിച്ചവർ, അമിതം കാണിച്ചവർ, പരിധി ലംഘിച്ചവർ. അങ്ങനെ പരിധി ലംഘിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകിയ എന്റെ പ്രിയപ്പെട്ട അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ആശമുറിയരുത്. അല്ലാഹുവിന്റെ കാരുണ്യം അത് വിശാലമാണ്. ആ കാരുണ്യത്തിൽ നിന്നൊരിക്കലും ആശമുറിയരുതേ. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വദോഷങ്ങളും പൊറുക്കാൻ സന്നദ്ധനാണ്. എന്താണ് വേണ്ടത്? നീറുന്ന മനസ്സോടെ തുലുബ് മതാബം ബിന്നദാമതി മുഖ്ലിആ
وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدمي فلهذه الأركان فرع وكملا. ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വെച്ചുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചതാണ്. അതേ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്ത തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അടങ്ങാത്ത ഖേദത്തോടെയും വേദനയോടെയും അതിന്റെ പ്രത്യേകമായ നിബന്ധനകളൊക്കെയും പാലിച്ചുകൊണ്ട്, ഡിമാൻഡുകളൊക്കെയും പാലിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പറയാൻ തയ്യാറായാൽ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, സർവ്വ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്യുന്നവനാണ്. ഇമാമുൽ ബൂസൈരി തങ്ങളും ആ പ്രതീക്ഷയാണ് വിളിച്ചു പറയുന്നത്. ലാ നഫ്സു ലാ തഖ്നതി മിൻ സല്ലത്തിൻ അളുമത് ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമമീ. അല്ലാഹുവിന്റെ പാപമോചനത്തോട്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തുമായി സമരസപ്പെടുത്തുമ്പോ വലിയ വലിയ മല പോലെയുള്ള ദോഷങ്ങളൊക്കെയും ധൂമധൂളികൾ കണക്കെ വളരെ ചെറിയ ദോഷങ്ങൾക്ക് സമാനമായി മാറുകയാണ്. എല്ലാം റബ്ബ് പൊറുക്കാൻ തീരുമാനിച്ചാൽ ഒന്നും പ്രശ്നമേ അല്ല. പക്ഷെ എന്തു വേണം? അല്ലാഹു തആല പറഞ്ഞു, അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ. അതേ, പടച്ചവനെ കുറിച്ചുള്ള ചിന്തയോടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മടങ്ങിയിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങൂ. പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹുവിനെ അനുസരിച്ചുള്ള ജീവിതശൈലി സ്വീകരിക്കൂ. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. അല്ലാഹു എപ്പോഴാണ് പിടിക്കുക എന്നറിയില്ല. അല്ലാഹുവിന്റെ പരീക്ഷണവും അദാബും ശിക്ഷയും എപ്പോഴാണ് വന്നിറങ്ങുവെന്നറിയില്ല. ഒരിക്കലും അശ്രദ്ധനായി നിൽക്കുന്ന സമയത്ത് പടച്ച റബ്ബിന്റെ പിടിമുറുകുന്നതിന് മുൻപ് തന്നെ, അശ്രദ്ധമായി നിൽക്കുമ്പോൾ അറിയാത്ത ഘട്ടത്തിൽ പടച്ചവന്റെ പിടിമുറുകുന്നതിന് മുൻപ് തന്നെ, അതേ, അല്ലാഹുവിലേക്ക് തായിബിന്റെ മനസ്സോടുകൂടി മടങ്ങൂ. ലഅല്ല റഹ്മത റബ്ബിഹീന യഖ്സിമുഹാ തഅതി അലാ ഹസബിൽ ഇസ്യാനി ഫിൽ ഖിസാമി. അല്ലാഹുവിന്റെ കാരുണ്യം, അവൻ വല്ലാത്ത കരുണയുള്ളവനാണ്. ആ കാരുണ്യം വിതരണം ചെയ്യുന്ന സമയത്ത് എന്റെ തെറ്റുകുറ്റങ്ങൾക്ക് പകരം അവൻ കാരുണ്യം വർഷിച്ച് എന്റെ തെറ്റുകുറ്റങ്ങളെ മറികടക്കുന്ന ഒരു അവസ്ഥ സംജാതമായേക്കാം. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ കാണാം, والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. അല്ലാഹുവിന്റെ മുത്തഖീങ്ങളായ അടിമകളുടെ വിശേഷണങ്ങൾ പറഞ്ഞെടുത്ത് പടച്ച റബ്ബിന്റെ കൂടെ മറ്റൊരാളെയും അവർ പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാഹുവിനോട് പങ്കുചേർക്കുന്ന രീതിയിൽ അവരൊരാളോടും സഹായാർത്ഥന നടത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ ജലാലിയത്തിനോടും അവന്റെ ഇലാഹിയത്തിനോടും പങ്കുചേർക്കുന്ന രീതിയിൽ ഒരാളെയും സഹായത്തിനു വേണ്ടി അവർ സമീപിച്ചിട്ടില്ല. അതുപോലെ തന്നെ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അതേ, ഉത്തരവാദിത്വം ഇല്ലാതെ, അർഹതയില്ലാതെ പടച്ചവൻ കൊല്ലൽ ഹറാമാക്കിയ ശരീരങ്ങളെ അവർ കൊന്നിട്ടില്ല. മുഅ്മിനീങ്ങളുടെ അടയാളമാണ് വലാ യസ്നൂൻ. അവരൊരിക്കലും തന്നെ വിചാരികളായിട്ടില്ല. ومن يفعل ذلك يلقى ساما يضاعف له العذاب يوم القيامة ويخلد فيه مهانا. ആ രൂപത്തിലുള്ള തിന്മകളൊക്കെ ചെയ്താൽ കഠിന കഠോരമായ ശിക്ഷ ആഖിറത്തിൽ ലഭിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ.
അക്കൂട്ടത്തിന് ചില ആളുകൾ ഒഴിവുണ്ട്. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ. അതെ, ഇല്ലാ മൻ താബ, പടച്ചവനോട് ഖേദിച്ചു മടങ്ങി മാപ്പപേക്ഷിച്ചവനൊഴികെ. മാപ്പപേക്ഷിച്ചാൽ മാത്രം പോരാ. വ ആമന, അവന്റെ ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസവും അവൻ ആവാഹിച്ചെടുത്തു. വ അമില അമലൻ സ്വാലിഹാ, പിന്നെ തെറ്റുകുറ്റങ്ങളിലേക്ക് തിരിച്ചു പോകാതെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു. ആഖിറത്തിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളുമായി അവൻ ബന്ധപ്പെട്ടു. അങ്ങനെയെങ്ങാനും ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്താൽ, അവൻ കൊലപാതകം ചെയ്തവനാണെങ്കിലും, അവൻ വ്യഭിചാരിയാണെങ്കിലും, അവൻ കള്ളു കുടിച്ചവനാണെങ്കിലും, അതേ എത്ര വലിയ തോന്നിവാസങ്ങൾ ചെയ്യവനാണെങ്കിലും, സുബ്ഹാനല്ലാഹ്, എത്ര വലിയ തോന്നിവാസങ്ങൾ ചെയ്തവനാണെങ്കിലും, ഇങ്ങനെ ഒരു വേള പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മ വന്നു, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത വന്നു. ആ ചിന്ത കൽബിലേക്ക് കടന്നു വന്നപ്പോ, ഞാൻ ചെയ്തു പോയത് മോശമായല്ലോ, ഞാൻ ചെയ്തു പോയത് തെറ്റായല്ലോ എന്നോർത്തിട്ട് റബ്ബിനോട് കരയാൻ, റബ്ബിനോട് മനമുരുകിയിട്ട് പറയാൻ തയ്യാറാവുകയും, പിന്നീട് അടിയുറച്ച വിശ്വാസം മനസ്സിലുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും, വഅമില അമലൻ സാലിഹാ, വളരെ സ്തുത്യർഹമായ രീതിയിൽ ഏറ്റവും നല്ല നല്ല അമലുകൾ അവൻ ചെയ്യുകയും ചെയ്താൽ, ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത്ത്. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തെറ്റുകുറ്റങ്ങളെ നന്മകളാക്കി മറിക്കുമെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. فأولئك يبدل الله سيئاتهم حسنات. ദുനിയാവിൽ വെച്ചവർ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളൊക്കെയും തോന്നിവാസങ്ങളായി രേഖപ്പെടുത്തപ്പെടുന്നതിന് പകരം അവയൊക്കെയും നന്മകളാക്കി മറിക്കപ്പെടുന്നു. അവന്റെ നന്മയുടെ ഭാഗത്തേക്ക് അത് ഒരു നന്മയായി മാറ്റി എഴുതപ്പെടുന്നു. അതാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ബൂസീരി തങ്ങൾ പറഞ്ഞത്, തെറ്റുകൾ എത്ര ചെയ്തവനാണെങ്കിലും ലഅല്ല റഹ്മത റബ്ബി ഹീന യഖ്സിമുഹാ തഅതി അലാ ഹസബിൽ ഇസ്യാനി ഫിൽ ഖിസ്മി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്ത കാരുണ്യമെന്ന മറവന്നു വീഴുമെന്നും അതുവഴി താൻ രക്ഷപ്പെടുമെന്ന പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് ആ പ്രത്യാശയും കൊണ്ടങ്ങിരിക്കുകയല്ല, മനം പൊട്ടിയിട്ട് പടച്ച റബ്ബിനെ വിളിക്കുന്നു. അതേ, അങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. ആദ്യമായിട്ട് മഹാന്മാരെ കുറിച്ചുള്ള മഹത്വങ്ങൾ പറഞ്ഞ് അവരോട് ഇസ്തിഗാസ നടത്തി, അവസാനം പടച്ച റബ്ബിനോട് എന്ന് വിളിച്ചു കരഞ്ഞ് മഹാന്മാരെ തവസ്സുലാക്കിയെന്ന് ദുആ ചെയ്ത് പിരിയലാണ് മുഅ്മിനായ മനുഷ്യന്റെ ശൈലി. ആ നിലയ്ക്ക് ഇമാമുൽ ബൂസീരി തങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്തി. ഇനി നേരിട്ടൊരു സംവാദമാണ്, അല്ലാഹുവിനോട് നേരിട്ടൊരു ചോദ്യമാണ്, ഒരു അപേക്ഷയാണ്. യാ റബ്ബി വജ്അൽ റജാഇ ഗൈറ മുഅകിസി ലദൈക വജ്അൽ ഹിസാബി. യാ റബ്ബി, ഓ രക്ഷിതാവായ അല്ലാഹ്, റബ്ബേ, വജ്അൽ റജാഇ ഗൈറ മുഅകിസി, എന്റെ പ്രതീക്ഷ തകിടം മറിയുന്ന പ്രതീക്ഷയാക്കല്ല അല്ലാഹ്. യാ
റബ്ബി വജ്അൽ റജാഇ, അല്ലാഹുവേ എന്റെ പ്രതീക്ഷകളെ നീ ആക്കിത്തരണം. ഗൈറ മുനാകിസിൻ, തകിടം മറിയാത്ത പ്രതീക്ഷകളാക്കിത്തരണം. പടച്ചവൻ മാപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോ പടച്ചവൻ എനിക്ക് മാപ്പ് തരുമെന്നും അവന്റെ കാരുണ്യത്തിൽ എനിക്ക് പങ്കുപറ്റാൻ കഴിയുമെന്നും അങ്ങനെ അവന്റെ കാരുണ്യം കൊണ്ട് എന്റെ തെറ്റുകുറ്റങ്ങൾ മറക്കപ്പെടുമെന്നുമുള്ള ചിന്ത കൽബിലേക്ക് വരുമ്പോ ആ ഒരു പ്രതീക്ഷ അത് അസ്ഥാനത്താക്കല്ല അല്ലാ. അതേ ലദൈക, നിന്റെ അടുക്കൽ ഈ പ്രതീക്ഷ തകിടം മറിക്കല്ല അല്ലാ. വജ്അൽ ഹിസാബി ഗൈറ മുൻഖദിമി, എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി തകർന്നു പോകുന്ന ഒരവസ്ഥയിലാക്കല്ല അല്ലാ. വജഅൽ ഹിസാബി, എന്റെ കണക്കുകൂട്ടലുകളാക്കിത്തരണം. ഗൈറ മുൻഖദിമി, തകർന്നു പോകാത്ത സുദൃഢമായ ബന്ധമായ തരണം റഹ്മാനേ. മറിച്ച് ഒട്ടേറെ ഇബാദത്തുകൾ ചെയ്ത മഹാനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മദ്ഹുകൾ ഏറെയേറെ ചൊല്ലിയപ്പോ, ഏറെയേറെ മദ്ഹുകൾ എഴുതിയപ്പോ, സ്വലാത്തുകൾ ഒത്തിരി എണ്ണം ചൊല്ലിയപ്പോ അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് വന്ന് അനുഗ്രഹം കൊടുത്ത മഹാനാണ്. അതേ സ്വപ്നത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിൽ കടന്നു വന്ന് ശരീരം തടവിക്കൊടുത്ത മഹാനല്ലേ ഇമാമുൽ ബുസീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകൾ വലിയ തോന്നിവാസിയും താൻ തോന്നിയുമാണെന്ന് ഈ വരികൾ ഉദ്ധരിച്ചു കൊണ്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും ഈമാനുള്ളവൻ അത് സാധിക്കില്ലല്ലോ. അതേസമയം ഇത് ലോകത്തോടുള്ള വലിയ ഒരു ഉത്ബോധനമാണ്. സ്വന്തം ശരീരത്തോട് പറയുന്ന രീതിയിൽ ലോകത്തോട് നടത്തുന്ന വലിയ ഉത്ബോധനമാണ്. സുബ്ഹാനല്ലാഹ്, തെറ്റുകൾ സംഭവിച്ചവർ പടച്ചവനിലേക്ക് മടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കണമെന്ന വലിയ ഒരു നസീഹത്താണ്, നിർദ്ദേശമാണ്. ഇമാമുൽ ബുസീരി തങ്ങൾ പടച്ചവനെ വിളിച്ച് കരയുകയായിരുന്നു. അല്ലാഹുവിനെ ുകൊണ്ട് കേഴുന്നത് വൽതുഫ് ബിഅബ്ദിക ഫിദ്ദാറൈൻ, നിന്റെ പാവപ്പെട്ട അടിമ മുഹമ്മദുനിൽ ബുസീരി, ഈ പാവപ്പെട്ട അടിമയോട് രണ്ടു വീട്ടിലും ഒന്ന് അലിവ് കാണിക്കണേ അല്ലാഹ്. ഇമാമുൽ ബുസീരി തങ്ങളെ വരിയെടുത്തുകൊണ്ട് ചൊല്ലുമ്പോൾ ഏതൊരു ആശിഖിന്റെയും ഏതൊരു മുഹിബിന്റെയും കൽബിൽ വരുന്ന ചിന്തയാണ് വൽതുഫ് ബിഅബ്ദിക ഫിദ്ദാറൈൻ, ഈ പാവപ്പെട്ട എന്നോട്, ഈ പാവപ്പെട്ട അടിയാറുകളോട് റബ്ബേ രണ്ടു വീട്ടിലും ഒന്ന് മയപ്പെടുത്തി തരണം റഹ്മാനേ. രണ്ടു വീട്ടിലും ഒന്ന് മയം ചെയ്യണേ അല്ലാഹു. صبرا متى تدعوه الأهوال ينهزمي ഇന്ന ലഹു സബ്റൻ, കാരണം ഈ പാവപ്പെട്ട മുഹമ്മദിനുണ്ട് ക്ഷമയുണ്ട്. പക്ഷേ ആ ക്ഷമയുടെ അവസ്ഥ എന്താണ്? അത് വലിയ സുദൃഢമായ ക്ഷമയല്ല, എന്തും സഹിക്കാൻ കെൽപ്പുള്ള ക്ഷമയല്ല, മറിച്ച് മതാ തദ്ഉഹുൽ അഹ്വാലു യൻഹസിമീ, ഭീതിതമായ രംഗങ്ങൾ വലയം ചെയ്യുമ്പോ ചൂളിപ്പോകുന്നവനാട്, ഭീകരമായ നിന്റെ ശിക്ഷ താങ്ങാൻ കഴിവില്ലാത്തവനാട്. എന്റെ കയ്യിൽ, ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്റെ ഭീതിതമായ നിന്റെ ശിക്ഷകളും
നിന്റെ ശിക്ഷകളും നടപടികളും താങ്ങാനുള്ള കെൽപ്പില്ലാത്തവനാണ് റബ്ബേ. അതിനു മാത്രം ക്ഷമയില്ലാത്തവനാണ് എന്റെ കയ്യിലുള്ള ക്ഷമ. അത് നിന്റെ ഭീതിതമായ ശിക്ഷകൾ വന്നിറങ്ങുമ്പോ തകിടം മറിയുന്ന ക്ഷമയാണ്. അതുകൊണ്ട് وَلْتُفْ بِعَبْدِكَ فِي الدَّارَيْنِ ശരീരത്തിന്റെ നാനാഭാഗങ്ങളിൽ പടച്ചവൻ ഒരുക്കി തയ്യാറ് ചെയ്ത അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളൊക്കെയും അവൻ തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച വഴിയിലൂടെ ചെലവഴിച്ച് നീങ്ങുന്ന നാം ഇമാമുനൽ ബൂസീരി തങ്ങളെ വരികൾക്ക് ആ വരികൾ ചൊല്ലാൻ പോലും യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്കേണ്ടവനാട്. റബ്ബേ, ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തരണേ അല്ലാഹ്. ഇമാമുനൽ ബൂസീരി തങ്ങള് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ വിളിച്ച് കരഞ്ഞു, അല്ലാഹുവിനെ വിളിച്ച് കരഞ്ഞു. പടച്ച റബ്ബിന്റെ അനുഗ്രഹത്തിലുള്ള പ്രതീക്ഷകൾ വളരെ വ്യക്തമായി പറഞ്ഞു. അത് അസ്ഥാനത്താക്കരുതെന്ന കണ്ണീരോടെയുള്ള പ്രാർത്ഥനയും നടത്തി. മഹാന്മാരൊക്കെയും അങ്ങനെയായിരുന്നു. അതേ, ജീവിതകാലത്ത് അരുതായ്മകളെന്ന് പറയാൻ പറ്റുന്ന വല്ലതും സംഭവിച്ചു പോയാൽ പിന്നെ അവർക്ക് ഊണും ഉറക്കുമില്ല. ലൗ ഖാതറത് ലീ ഫീ സിവാക ഇറാദതുൻ അലാ ഖാതിരി ശൈഅൻ ഹകംതു ബിരിദ്ദതി. റബ്ബല്ലാത്ത ഒരു ചിന്ത, അല്ലാഹുവേ നീയല്ലാത്ത ഒരു ചിന്ത എന്റെ കൽബിലേക്ക് കടന്നു വന്നാൽ, നിന്നെക്കുറിച്ചല്ലാത്ത വല്ല ഒരു ചിന്തയും കൽബിലേക്ക് വന്നാൽ ഹകംതു ബിരിദ്ദതി, ഞാൻ മുർത്തദ്ദാണെന്ന് ഞാനങ്ങ് വിധിയെഴുതുമെന്ന് പറഞ്ഞ മഹാന്മാരില്ലേ, അത്രത്തോളം റബ്ബിൽ ലയിച്ചു ചേർന്നവർ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ലയിച്ചു ചേർന്നവർ, അവരല്ലേ യഥാർത്ഥ ആശിഖീങ്ങൾ, അവരല്ലേ യഥാർത്ഥ മാദിഹീങ്ങൾ. അതേ, ബഹുമാനപ്പെട്ട ശിബിലി റളിയല്ലാഹു അൻഹു സൂഫിയാക്കളിൽപ്പെട്ട വലിയ മഹാനല്ലേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ഖ് വച്ച മഹാനല്ലേ. മൗത്തിന്റെ നേരത്ത് പരിസരത്തിരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ, ശിഷ്യന്മാരും കൂട്ടുകാരും ചൊല്ലിക്കൊടുക്കുമ്പോ മഹാനവറുകൾ ചൊല്ലുന്ന മന്ത്രം അത് മറ്റൊന്നാണ്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. മദീനയിലെ നേതാവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അവിടുന്ന് ഇന്ന ബൈതൻ അൻത സാകിനുഹു,